നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നാരായണീയം, നാരായണീയത്തിലെ നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവുമെന്ന 8ാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകം. സോയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാശ്ച രജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ട്യൈഃ നൈമിത്തിക പ്രളയം ആഹുരദോസ്യ രാത്രിം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. സഹ അയം ചതുർയുഗ സഹസ്രമിതാനി അഹാനി താവന്മിതാഃ ച രജനീഃ ബഹുശഃ നിനായ നിദ്രാദി അസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തിക പ്രളയം ആഹുഹു അധഃ അസ്യ രാത്രിം. ഇനി അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. സഹ അയം ചതുർയുഗ സഹസ്രമിതാനി അഹാനി താവന്മിതാഃ രജനീഃ ച ബഹുശഃ നിനായ അസൗ സ്വസൃഷ്ട്യൈഃ സമം ത്വയി നിലീയ നിദ്രാതി അധഃ നൈമിത്തിക പ്രളയം അസ്യ രാത്രിം ആഹുഹു. ഇനി അടുത്തതായി ശ്ലോകത്തിൻ്റെ സാരാംശം നിങ്ങൾ ശ്രദ്ധിക്കുക. 1000 ചതുർയുഗങ്ങളോടുകൂടിയ പകലുകളും അതേ വലിപ്പത്തിലുള്ള രാത്രികളും കഴിച്ചുകൂട്ടിയ ബ്രഹ്മാവ് രാത്രികാലങ്ങളിൽ തൻ്റെ സൃഷ്ടികളോടുകൂടി അതിൽ ലയിച്ചു നിദ്ര ചെയ്യുന്നു. അതിനാൽ ബ്രഹ്മാവിൻ്റെ രാത്രിക്ക് നൈമിത്തിക പ്രളയമെന്നാണ് ജ്ഞാനികൾ കൊടുത്തിട്ടുള്ള നാമം. നമസ്തേ.